മുല്ല ഒരിക്കൽ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷാടകൻ ചോദിച്ചു, എന്തെങ്കിലും എനിക്ക് തരണേ എന്ന്. മുല്ല വളരെ സീരിയസ് ആയിട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞു, എൻ്റെ കയ്യിലൊരു നാണയമുണ്ട്. പക്ഷേ അത് ഞാൻ നിനക്ക് തന്നാൽ നാളെ മുതൽ ഞാൻ നിൻ്റെ ജോലി എടുക്കേണ്ടി വരും. ഞാൻ നിൻ്റെ ജോലി എടുക്കേണ്ടി വന്നാൽ നിനക്ക് ജോലി പോകും. ഒരിക്കലും ഞാനതിന് നിന്നെ അനുവദിക്കില്ല. നിന്നെ ഒരിക്കലും ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടില്ല കേട്ടോ എന്ന് പറഞ്ഞ് മുല്ല ചിരിച്ചു നടന്നു എന്നാണ് കഥ. നമ്മൾ കടം കൊടുക്കുമ്പോൾ ഇതുതന്നെയാണ് സംഭവിക്കുക. കടം കൊടുക്കുന്നയാൾ മിക്കവാറും കടക്കാരനാവുകയും നല്ല ബന്ധങ്ങൾ നശിക്കുകയും പിന്നീട് ഒരു യാചകനെ പോലെ ദിവസവും ഫോൺ വിളികളും മറ്റുമായി അയാളുടെ പുറകെ നടക്കേണ്ട അവസ്ഥകൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതിലേറ്റവും നല്ല മാർഗം കൊടുക്കാതിരിക്കുക എന്നുള്ളതും വാങ്ങാതിരിക്കുക എന്നുള്ളതുമാണ്. നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നാൽ നിങ്ങളൊരു ബുദ്ധനായി തീരുക. എന്നേക്കുമായി ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാവുക. ഒരു ബുദ്ധനായി തീർന്നാൽ മാത്രം കൊടുക്കുവാൻ ശ്രമിക്കുക. വാങ്ങാതെ ഇരിക്കുക. ബന്ധങ്ങൾ എന്നും പൊന്നുപോലെ നിലനിൽക്കും. ഇന്നതുപോലെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.